എല്ലാ പണിയും കൂടി ഒരുമിച്ച് വരിക എന്ന് പറയല്ലേ. ഇതാണ് അവസ്ഥ. നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ മുന്നേ ആയിട്ട് ഫോണിന് കിട്ടിയ പണിയാണ്. ഇതുപോലെ ഐഫോണിൻ്റെ ലോഗോ ഇങ്ങനെ ബ്ലിങ്കായി കളിക്കുന്ന ചാർജ് ചെയ്യുന്ന സമയത്ത് 2-3 മൊബൈൽ ഷോപ്പിൽ നമ്മൾ കൊണ്ടുകൊടുത്ത സമയത്ത് അവർ പറഞ്ഞത് 4-5 ദിവസം എന്തായാലും പിടിക്കും. അപ്പോൾ മൊബൈൽ ഷോപ്പുകാർ വരെ ഇവിടെയാണ് ഫോൺ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കുന്നമംഗലത്ത് ഞാനിതുവരെ അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം പെട്ടെന്ന് കിട്ടേണ്ടതുകൊണ്ട് തന്നെ കേട്ടോ. ഓവർ വോൾട്ടേജ് കയറിയിട്ട് ചാർജിങ് ഐ സി ഡാമേജ് ആയി പോയതാണ്. അപ്പം ചാർജിങ് ഐ സി റീപ്ലേസ് ചെയ്തിട്ട് ഇത് റെഡിയാക്കാൻ പറ്റും. ഇങ്ങനെ കിട്ടൂലോ ഇപ്പോൾ നമുക്ക്? ഇതൊരു വിത്തിൻ 2 അവറിൻ്റെ ഉള്ളിൽ 2 മണിക്കൂറിനോട് ഫോൺ കിട്ടും. 2 മണിക്കൂറുകൊണ്ട് കിട്ടും. അവിടെ ഇവർ എടുക്കുന്ന വർക്കുകളൊക്കെ ഉണ്ടല്ലോ, നേരിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ കഴിയും, ഇവരെ സർവീസ് കാണാൻ കഴിയും, എന്തൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇവർ ചെയ്യുന്ന വർക്കൊക്കെ കണ്ടില്ലേ, എന്തൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. എല്ലാത്തിനുള്ള സൗകര്യം ഉണ്ട് അവിടെ. അവിടെ ഇങ്ങനെ പെട്ടെന്ന് സർവീസ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നത്. ലെവൽ 4 ടെക്നീഷ്യന്മാരാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. മിനിമം ഒരു 5 വർഷം തന്നെ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂൾസ് ആണ്. അപ്പൊ നമ്മൾ മുമ്പത്തെ മാതിരി നമുക്ക് ഈ ഫോണുകളൊക്കെ ജസ്റ്റ് അയച്ചിട്ട് സർവീസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അതിൽ ഇപ്പൊ വരുന്ന ബോർഡുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൻഡ്വിച്ച് ബോർഡാണ് വരുന്നത്. അതായത് 2 ബോർഡുകൾ ഇങ്ങനെ ഒരുമിച്ച് ഇതിന്റെ ഉള്ളിലാണ് ഇതിന്റെ ചിപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഫോണിന്റെ കേസും ആക്സസറീസ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. ടൂൾസ് ഉണ്ട് ഇവിടെ തന്നെ. ടൂൾസ് ഉണ്ട്. ഞങ്ങളിവിടെ ലാബിൽ ഉപയോഗിക്കുന്ന അതേ സെയിം ടൂളുകളാണ് ഇത് ടെക്നീഷ്യന്മാർക്ക് വേണ്ടി നമ്മൾ സെയിൽ ചെയ്യാറുണ്ട്. റീപ്ലേസ് കഴിഞ്ഞാൽ പൊതുവെ ഈ ഐഫോണിലൊന്നും ബാറ്ററി ഹെൽത്ത് കാണിക്കില്ല. നമ്മളത് മെഷീനറി യൂസ് ചെയ്തിട്ട് JCB പോലത്തെ മെഷീനറി യൂസ് ചെയ്തിട്ട് ആണ് ബാറ്ററി ഹെൽത്ത് ചെയ്യുക. മറ്റേ ബാറ്ററി മാറ്റിയത് അറിയാൻ പറ്റില്ല. 87, 90 ഒക്കെ ബാറ്ററി ആയി കഴിഞ്ഞാൽ നമ്മൾ ബാറ്ററി റീപ്ലേസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ ബാറ്ററി ഹെൽത്ത് ഫോണിൽ കാണിക്കില്ല. അൺനോൺ പാർട്ട് എന്നാണ് എഴുതി കാണിക്കുക ഐഫോണിൽ. അപ്പോൾ നമ്മൾ ബാറ്ററി മാറ്റിയതിന് ശേഷം എന്ത് ചെയ്യണം, സോഫ്റ്റ്വെയർ ചെയ്തിട്ട് ബാറ്ററി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാവില്ല. 100% ആയിട്ട് ബാറ്ററി ഉണ്ടാവും. ഐഫോൺ ആയിക്കോട്ടെ, ആൻഡ്രോയിഡ് ആയിക്കോട്ടെ, ടാബ് ആയിക്കോട്ടെ, എല്ലാം ഇതേ. അപ്പോൾ ഗ്ലാസ് ചേഞ്ചിങ്, അതുപോലെ തന്നെ ഡിസ്പ്ലേ ചേഞ്ച് എല്ലാം ഉണ്ടല്ലേ, ബാറ്ററി ചേഞ്ചിങ് എല്ലാം ഉണ്ട്. സമ്മാനം പൊട്ടിക്കണം. ഇതേതാണപ്പാ ഒരു എയർപോർട്ട് കിട്ടി. 500 രൂപേൻ്റെ സർവീസിന് 1000 രൂപേൻ്റെ ഗിഫ്റ്റ് കിട്ടി. അപ്പോൾ സർവീസിന് വന്നു കഴിഞ്ഞാൽ ഗിഫ്റ്റും ഉണ്ട്, സ്നേഹസമ്മാനം ഉണ്ട്. ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കുന്നമംഗലത്ത് മുക്ക റോഡിലേക്ക് കയറി ഉടനെ ഒരു 100 മീറ്റർ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ വിജയൻ ഡോക്ടർ എടുത്തതിന് തൊട്ട് മുമ്പായിട്ട് ഇടത് ഭാഗത്താണ് കേട്ടോ നമ്മുടെ ഈ ഒരു L4 കെയർ വരുന്നത്. L4 കെയറിന് തന്നെ വേറൊരു ബ്രാഞ്ച് കൂടി ഉണ്ട്. കുന്നമംഗലത്ത് നിന്ന് വയനാട് റോഡിന് പോകുന്ന സമയത്ത് പതിമംഗലത്താണ് ഇവരുടെ മറ്റൊരു ബ്രാഞ്ചുള്ളത്. അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ഒരു ഷോർട്ട് ബ്രേക്ക്.